ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ മർദ്ദിച്ച 3 ആയമാർ അറസ്റ്റിൽ. 2.5 വയസ്സുകാരിക്കാണ് മർദ്ദനമേറ്റത്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു എന്നാണ് പരാതി. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിലാണ് 3 പേരെയും അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം പോലും ഉണ്ടാകരുതെന്നതിന്റെ ഭാഗമായാണ് പരാതി നൽകിയതെന്ന് അരുൺ ഗോപി പറഞ്ഞു. വളരെ കർക്കശമായ നടപടി. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരാളെ പോലും, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണ്, കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനം എന്നുള്ളത് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ടില്ല. കർക്കശമായ നടപടിയിലേക്ക് തന്നെ ഞങ്ങൾ പോകും. ചെറിയ വീഴ്ചകൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വീഴ്ചകൾ കണ്ടുടൻ തന്നെ ഇത് വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയമപരമായ നടപടിയിലേക്ക് പോയത്. ഇതിവിടെ ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ഇവിടെ കൊണ്ട് അത് അവരെ പിരിച്ചുവിട്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല ചെയ്തു. സുലേഖ ശശികുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വലിയ ക്രൂരതയാണ് സംഭവിച്ചത്, ഗുരുതരമായ പ്രശ്നം. ഇപ്പോൾ അതിൽ കൃത്യമായ നടപടിയും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ഒരു മർദ്ദനമേറ്റു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതിലേക്ക് നയിച്ച സംഭവങ്ങൾ എങ്ങനെയാണ്? നന്ദു, എന്തായാലും കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ നുള്ളിയ പാടുകൾ കണ്ടെത്തുന്നത് എന്നതാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. ഈ നുള്ളിയ പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ വൈദ്യപരിശോധനയിലാണ് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഇത്തരത്തിലുള്ള മുറിവുകൾ കണ്ടെത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജനറൽ സെക്രട്ടറി അരുൺ ഗോപി തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതും അതിനൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 പേരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പിരിച്ചുവിട്ട 7 പേരിൽ 3 പേരെയാണ് നിലവിൽ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അറസ്റ്റ് ചെയ്തവർ നിലവിൽ 7 പേരിൽ 3 പേരെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവരെ നിലവിൽ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ അടക്കം എടുത്തുകൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യുമെന്നതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരാണ് ഈ 7 പേരെയും ഇവരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്, കടുത്ത നടപടിയിലേക്ക് ഇത്തരത്തിൽ ശിശുക്ഷേമ സമിതി കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മഹേശ്വരി, സിന്ധു, അജിത ഈ 3 പേരെയുമാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ കുട്ടി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറയുന്നത് അനുസരിച്ച് കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരത്തിൽ നുള്ളിയ പാടുകളാണ് കണ്ടെത്തിയത്. ഇത്തരത്തിൽ ഈ നുള്ളിയ പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 പേരെയും ഇത്തരത്തിൽ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ 3 പേരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹേശ്വരി, അജിത, സിന്ധു എന്നീ താൽക്കാലിക ജീവനക്കാരെയാണ്, ശിശുക്ഷേമ സമിതിയിലെ താൽക്കാലിക ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടിട്ടുള്ളത്. ഇതിൽ ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നുള്ളിയ പാടുകൾ മാത്രമാണ് കുട്ടിയുടെ ദേഹത്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ നുള്ളിയ പാടുകൾ കണ്ട ഉടൻ തന്നെ ഇത്തരത്തിൽ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുകയായിരുന്നു. തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് ഇത്തരത്തിൽ വൈദ്യപരിശോധന നടത്തിയത്. അതിനുശേഷം ഈ വൈദ്യപരിശോധനയിൽ ജനനേന്ദ്രിയത്തിനും അതിനൊപ്പം തന്നെ പിൻവശത്തും നുള്ളിയ പാടുകൾ കണ്ടെത്തുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും നിയമ നടപടികൾ അനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. നന്ദോ, ശരി, സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ മർദ്ദിച്ച 3 ആയമാർ അറസ്റ്റിലായിരിക്കുകയാണ്. 2 വയസ്സുകാരിക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. കൃത്യമായ നടപടിയാണ് ഈ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയുടെ പരാതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം പോലും ഉണ്ടാകരുതെന്നതിൻ്റെ ഭാഗമായാണ് പരാതി നൽകിയതെന്നും ശിശുക്ഷേമ സമിതി സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞു.